ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ഓണം സ്പെഷ്യൽ വിഭവങ്ങളാണ് ഞാൻ ഇന്ന് തുടങ്ങുന്നത്. നമ്മുടെ ഓണത്തിന് ആദ്യം നമ്മൾ ഇലയിൽ വിളമ്പുന്നതാണ് മാങ്ങാച്ചാറും ഇഞ്ചിക്കറിയും നാരങ്ങക്കറിയും. സ്റ്റാർട്ടിങ്ങിൽ അത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അതിന് വേണ്ടി ഞാൻ 2 നാരങ്ങ, വലിയ നാരങ്ങ, കറിക്കുള്ള നാരങ്ങ പറഞ്ഞാൽ നമുക്ക് മലക്കറി കടകളിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങി അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഓറഞ്ചിൻ്റെ അല്ലി എങ്ങനെയാണ് ഇളക്കിയെടുക്കുന്നത് അതുപോലെ എടുത്തിട്ട് അതിനകത്തുള്ള ഓരോ അല്ലിക്കകത്തുള്ള കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മൺചട്ടിയിലേക്കോ എന്തോ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിന് വേണ്ടുന്ന ആവശ്യമുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും അതിനോടൊപ്പം ചേർക്കാം. പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു ഉണ്ട വെളുത്തുള്ളി, അതായത് ഒരു 10-12 അല്ലിയുള്ള ഒരു പൂണ്ട്, കുറച്ച് ചെറിയ ഉള്ളി, എല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ അതിനിടയ്ക്ക് എൻ്റെ കൊച്ചുമോളൊന്ന് മുഖം കാണിച്ചിട്ട് പോയതാണ്. ഇനി നമ്മുടെ നാരങ്ങ കട്ട് ചെയ്തേക്കുന്ന നാരങ്ങയിലേക്ക് ഞാൻ അല്പം നമ്മുടെ കായപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്ന് വെക്കുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് ഉലുവപ്പൊടി ഇല്ലാതെ ഒരു അച്ചാറും ഇങ്ങനെയുള്ള കറികളൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് ഉലുവ ആദ്യമേ വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ നാരങ്ങയിലേക്ക് ഉപ്പും കായപ്പൊടിയും മിക്സ് ചെയ്ത് അതും മാറ്റി വെച്ചേക്കാം. അതല്പം ഒന്ന് കായപ്പൊടിയും ഉപ്പും പിടിച്ചിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമ്മുടെ ബിഗിനേഴ്സായ കുട്ടികൾ, അതായത് സദ്യയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കാൻ കൊച്ചു മക്കളൊക്കെ ഉണ്ടല്ലോ, അതായത് 19-20 വയസ്സൊക്കെ ഉള്ള കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് സദ്യ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നാരങ്ങക്കറി വയ്ക്കാൻ ഞാൻ വേറൊരു മൺചട്ടി അടുപ്പി വെച്ചിട്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. നല്ലെണ്ണ ഭയങ്കര ടേസ്റ്റും ഗുണമുള്ളതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ കടുകും അല്പം ജീരകവും കൂടി ഇട്ട് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും നല്ല രീതിയിലൊന്ന് വഴറ്റി വരണം. അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നാരങ്ങ പീസും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനാവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുന്ന ടൈമിൽ തന്നെ നാരങ്ങ വെന്ത് കിട്ടും. അതിൽ പീസ് എന്ന് പറയുന്ന കട്ടിയുള്ളതൊന്നുമില്ലല്ലോ, നമ്മുടെ ഓറഞ്ചിൻ്റെ അല്ലി പോലെയില്ല അതിനകത്ത് ഇരിക്കുന്നതെല്ലാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ ഇളക്കുന്ന ടൈമിൽ തന്നെ അത് വേവുന്നത് കൊണ്ട് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. നല്ല പഴുത്ത നാരങ്ങയാണ്. നല്ല പഴുത്ത നാരങ്ങ തന്നെ എടുക്കണം, അല്ലെങ്കിൽ പുളിപ്പ് കൂടുതലായിരിക്കും. ഇതങ്ങനെ പുളിപ്പൊന്നുമില്ല. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുള്ള നാരങ്ങയാണിത്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാം സ്പീഡപ്പ് ആക്കുന്നത് കാരണം കാണുന്നവർക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് എല്ലാം സ്പീഡപ്പ് ആക്കി ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും അതും ഓരോ സ്പൂണും കൂടെ ഇത് ചേർത്തിട്ട് അവരുടെ എരിവിന് എത്രത്തോളം വേണോ ആവശ്യത്തിന് അതനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് അതിൽ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ശർക്കര പാനി എടുത്ത് വെച്ചിരുന്നു, അപ്പോൾ അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒഴിച്ചത്. കായപ്പൊടിയും ഉലുവാപ്പൊടി, നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഫിനിഷിങ് ആയി നമ്മുടെ നാരങ്ങ കറി. ടേസ്റ്റ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുകൂടെ ഉണ്ടായിരുന്നു. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മധുരത്തിൻ്റെ ഒരു കുറവ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ശർക്കര ചേർത്തിട്ടുണ്ട്. എരിവും പുളിവും മധുരവും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സിംഗ് ആണ് നമ്മുടെ നാരങ്ങ കറിയെല്ലാം. അപ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഇനി അടുത്തത് നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാം. മാങ്ങാച്ചാറിന് ഇതുപോലെ തന്നെ ഒരു ചീനച്ചട്ടി ഒരു മൺചട്ടി അടുപ്പി വെച്ചിട്ട്
നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിട്ടുണ്ട്. അത് പൊട്ടി വന്നതിന് ശേഷം മറ്റുള്ളതെല്ലാം ചേർക്കാം. കുറച്ച് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. കുറച്ചധികം വെളുത്തുള്ളി ചേർത്താലും നല്ലതായിരിക്കും. ഞാൻ ഇത്തിരി ആവശ്യത്തിന് കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത്, മുളക് പൊടി കാശ്മീരി മുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും ചേർത്ത്, അതൊരു 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി എപ്പോൾ ഇട്ടാലും നമുക്ക് കൂടിപ്പോവരുത്, കുറച്ച് ഇടാവൂ. പിന്നെ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഞാൻ ചേർക്കും. മാങ്ങ അച്ചാറിന് പഞ്ചസാര ചേർക്കും. അതുപോലെ അല്ലാത്ത ഭയങ്കര ടേസ്റ്റാണ്. ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. തണുത്തതിന് ശേഷം കുറച്ച് വിനീഗറും ചേർത്ത് മാങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി അച്ചാറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതായത് മൺചട്ടിയിൽ വെച്ച് നമ്മൾ മാങ്ങ ചേർത്തത് കൊണ്ട് അടുപ്പിൽ തീ ഉള്ളത് കൊണ്ട്, തീയല്ല ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് മാങ്ങ വെന്ത് പോകും. അപ്പോൾ ഉടനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇനി അടുത്തത് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഇഞ്ചിക്കറിക്ക് ഞാനൊരു 250-300 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഇതിൽ വെച്ച് സ്ലൈസ് ചെയ്താണ് എടുത്തത്. ഈ സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തപ്പോൾ വളരെ നൈസായിട്ട് തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വറുത്ത് കിട്ടാൻ നമുക്ക് എത്രത്തോളം സ്ലൈസാക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കി തന്നെ എടുക്കണം. അപ്പം നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടെ എടുത്തു. അപ്പോൾ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഇഞ്ചിക്കറിക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി നന്നായിട്ട് വറുത്ത് കോരി എടുക്കാം. ഇത് നന്നായി മൊരിഞ്ഞ് വരണം. ഇഞ്ചി എന്ന് പറയുമ്പോൾ ശരിക്കും വഴറ്റിയല്ല എടുക്കേണ്ടത്. നമുക്കിത് നല്ല റോസ്റ്റായിട്ട് മൊരിഞ്ഞ് തന്നെ കിട്ടണം. ഇപ്പം നമ്മൾ ഇഞ്ചിക്കറിയിൽ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ബാക്കി അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി മൂത്ത് വരുമ്പോൾ എണ്ണ അങ്ങനെ തന്നെ ഇരിക്കും. ഇഞ്ചി കറി വറുക്കുമ്പോൾ ഇഞ്ചി അങ്ങനെ എണ്ണ ഒരുപാട് കുടിക്കില്ല അത്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ബാക്കി മറ്റതിൻ്റെ കറിയുടെ എല്ലാം ചേർക്കാം. ഇഞ്ചി ഇപ്പോൾ നല്ലതായിട്ട് വറുത്ത് വരും. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിയും കൂടെ ഉണ്ട്. അതും കൂടെ വറുത്ത്, ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്ത് അതും കൂടെ കോരി ഇഞ്ചി വറുത്ത് വെച്ചേക്കുന്നതിലേക്ക് മാറ്റാം. ഇപ്പം ഉള്ളി ചേർക്കാതെ നമുക്ക് ഇഞ്ചിക്കറി വയ്ക്കാം, ഉള്ളി ചേർത്തും വയ്ക്കാം. 2 രീതിയിലും വയ്ക്കാം. ഇതിനു മുമ്പ് ഞാൻ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയെല്ലാം നാരങ്ങക്കറി എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ്. അപ്പം ഉള്ളിയും നന്നായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അത് നല്ല ഡ്രൈ റോസ്റ്റായിട്ട് തന്നെ നന്നായിട്ട് കിട്ടണം. അപ്പോൾ ഇനി ആ എണ്ണയിൽ തന്നെ, വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഇഞ്ചി വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണത്. അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് അതും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് മൂത്ത് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടണം. ആ പച്ച സ്മെല്ലൊക്കെ മാറി ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നതിന് ശേഷം നമുക്ക് മറ്റ് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷനിൽ എനേബിൾ ചെയ്യണേ. അതിലേക്ക് ഇനി ആവശ്യമുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ 2 മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളകും റെഡ് ചില്ലി പൗഡറും 2 ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഞാൻ പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് ശർക്കരയും ഇട്ടിട്ടുണ്ട്. ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. പക്ഷേ ഞാൻ ഇതിലൊക്കെ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മധുരത്തിന് തന്നെ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതല്ല. പിന്നെ ഞാനത് ഗ്രൈൻഡറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്തത് ഗ്രൈൻഡറിൽ പൊടിച്ച് ഈ മിക്സിങ്ങിലേക്ക് ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല മണം, ഇഞ്ചി വീട് മുഴുവനും ഇഞ്ചിയുടെ മണമാണ്, ഇഞ്ചിക്കറിയുടെ മണം ഫുള്ളും സ്പ്രെഡായിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല. ഇപ്പോൾ അല്പം കൂടി ശർക്കര വേണ്ടി വന്നിട്ടുണ്ട്. ശർക്കരയും ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ ഓണം ഇതുപോലുള്ള നല്ല നല്ല കറികൾ നല്ല ടേസ്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. എങ്കിലും കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പം അവർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പക്ഷേ ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതിന് ഇനി കടുതാളിക്കൊന്നും വേണ്ട. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എണ്ണ ഒഴിച്ചിട്ടാണ് എല്ലാം ചെയ്തത്. ലാസ്റ്റ് ഒന്ന് കറിവേപ്പില മാത്രം ഇട്ടാൽ മതി. അടിപൊളി നമ്മുടെ ഇഞ്ചിക്കറി സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട കറികളാണ് ഇതെല്ലാം. ഇഞ്ചിക്കറിയും നാരങ്ങയും എല്ലാം അടിപൊളിയാണ്. മാങ്ങാച്ചാറും വല്ലാത്തൊരു എന്താ പറയുക, നാവിറങ്ങിപ്പോവും എന്നൊക്കെ പറയാം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഇഞ്ചിക്കറി, നാരങ്ങ കറിയൊക്കെ അടിപൊളിയാണ്. കഴിച്ചവർ പറഞ്ഞ അഭിപ്രായങ്ങളാണേ. സൂപ്പർ ഇഞ്ചിക്കറി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പലരും പല രീതിയിലാണ്. നമുക്ക് ഒരു കറി ഒരു രീതിയിലല്ലല്ലോ, പല രീതിയിലാണ് കറികൾ വയ്ക്കുന്നത്. ഞാനും ഇഞ്ചിക്കറി വേറെ എന്തെല്ലാം രീതി വെച്ചിട്ടുണ്ട്. പല കറികളും എല്ലാവരും ഒരേ രീതിയിലല്ലല്ലോ. അപ്പം ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പം നമ്മുടെ നാരങ്ങക്കറിയും ഇഞ്ചിക്കറിയും എല്ലാം ഓണത്തിന് മുമ്പേ എല്ലാവർക്കും ഇത് അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.